ചിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ അർജുൻ്റെ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞ് ഒഴുകിപ്പോയ മരക്കഷ്ണങ്ങളാണോ തടിയാണോ എന്ന് സംശയിക്കാവുന്ന തടിക്കഷ്ണങ്ങൾ PA1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളവ ഏതാണ്ട് 12 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പറക്കലിൽ ആ ഒരു പറക്കലിൽ 4ാം തവണത്തെ പരിശോധനയിൽ ഇങ്ങനെ ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് ഈ ഡ്രോണിന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വിദഗ്ധരാണ് അത് പറഞ്ഞു തരേണ്ടത്. എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പറക്കലിൽ ഈ 4ാം തവണയുള്ള പരിശോധനയിൽ ലോഹസാന്നിധ്യം അത്തരത്തിലുള്ള സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. മാത്രമല്ല, കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞത് ഇതുവരെയുള്ള പരിശോധനകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്, തിരച്ചിൽ നടക്കുന്നുണ്ട്. 6 മണിയോടുകൂടി കൃത്യമായി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഒന്നും എല്ലാം കൃത്യമായി തന്നെ തെളിവോടെ തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കാമെന്നുള്ളതാണ് അല്പസമയം ഇപ്പം മാധ്യമങ്ങളോട് കാർവാർ MLA പറഞ്ഞു. എന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്, MK രാഘവൻ MPയും എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. കാരണം ഈ പരിശോധന നിർണായക മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ മഴയും ഒന്ന് മാറി നിൽക്കുകയാണ്. രാവിലെ വീശിയടിക്കുന്ന കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു. കാരണം ഇന്നലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആ പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം. രാവിലെ ഒരു 10 മണിക്കൊക്കെ ശേഷം ഈ ഒരു 11 മണിയോടെ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും അതുകൊണ്ട് ഈ പുഴയിലെ അടിയൊഴുക്ക് കൂടി ഇനി അത് കുറയേണ്ടതാണ് ഏറ്റവും നിർണായകം. ഡ്രൈവർമാർക്ക് ഇറങ്ങണമെങ്കിൽ അടിയൊഴുക്ക് കുറയണം. അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതിൽ കൃത്യമായി തന്നെ വിവരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലോഹ സാന്നിധ്യം ഈ ഡ്രോൺ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ, ഈ പരിശോധന അത് വലിയ നിർണായകമാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്ത് വരേണ്ടതുണ്ട്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. നേരത്തെ നമുക്കറിയാം റഡാർ, സോണാർ പരിശോധനകളിലൊക്കെ ഈ ലോഹ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അത്യാധുനിക സംവിധാനം, AI സംവിധാനം ഉൾപ്പെടെയുള്ള ആ ഒരു ഡ്രോൺ കൊണ്ടുവന്ന് പറത്തിയതിൽ നിന്നും കൃത്യമായി തന്നെ ഈ പുഴയ്ക്കടിയിൽ ഈ ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥിരീകരിച്ച ലോഹ സാന്നിധ്യം അത് അർജുനൻ്റെ ലോറി തന്നെയല്ലേ എന്നുള്ളതിനാണ് ഇനി ഇവരും ഉറ്റുനോക്കുന്നത്. അതിൽ ഈ പുതിയ സംവിധാനം അനുസരിച്ചാണ്, പുതിയ ഒരു ഡ്രോൺ സംവിധാനത്തിലാണെങ്കിൽ കൂടുതൽ വ്യക്തത അതിലുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ ബന്ധപ്പെട്ട അധികൃതർ അതിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വിലയിരുത്തലുകൾ, അതിൻ്റെ ക്രോഡീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഗംഗാവലി പുഴയിൽ ഇപ്പോൾ പരിശോധന പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗംഗാവലിയിൽ ഇപ്പോൾ മറ്റ് പരിശോധനകളൊന്നും തന്നെ ഇല്ല. അല്പസമയം മുൻപ് ഒരു ബോട്ട് പരിശോധനയ്ക്കായി പോയിരുന്നു. അവിടേക്ക് മറ്റൊരു സംഘം കൂടി ഇപ്പോൾ എത്തിയതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഡ്രോൺ എവിടെയാണോ ലോഹ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറയുന്നത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ, നാവികസേനാ അംഗങ്ങൾ ആ ഒരു ബോട്ടുമായി പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് നാവികസേനയുടെ അംഗങ്ങളെത്തി, കൂടുതൽ അംഗങ്ങളെത്തി പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ, ഡ്രൈവർമാർക്ക് ഇറങ്ങാനുള്ള സാഹചര്യമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ഈ ബോട്ട് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത്.